എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഓപ്പൺ സ്ഥലത്ത് വന്നിരിക്കുകയാണ് കേട്ടോ, ഒരു ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നൈറ്റിലാണ്, ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട്, 10:10 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചിക്കനെ അങ്ങ് മസാല പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേണ്ട ചിക്കൻ വേണ്ട കഴുകി വാരി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വേണ്ട ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഞാനിതിപ്പോൾ ജിഞ്ചർ ഗാർലിക് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ വേണ്ട കാശ്മീരി ചില്ലി പൗഡറുണ്ട്, പിന്നെ ഗരം മസാലയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, പിന്നെ നാരങ്ങയും കൂടി പിഴിയുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് മുളക് പൊടി എടുത്ത് ഞാൻ ഈ പാത്രത്തിലേക്ക് തട്ടുക. ഇതിപ്പോൾ അളക്കാനൊന്നുമില്ല, കാരണം അത്ര എണ്ണത്തിനകത്ത് വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ മുളക് പൊടി അങ്ങ് ഇടുക അതിനകത്തോട്ടെ. അല്ല, മുളക് പൊടി ഞാൻ എടുത്തിട്ട് സ്പൂണിനെ അങ്ങ് മാറ്റട്ടെ. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട്, കാരണം ആ 3 കോഴിക്ക് പുരട്ടണ്ടേ നമ്മൾ. കുറച്ച് ഗരം മസാല ഇട്ടു. പിന്നെ വേണ്ട ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. അതാണ് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു രുചിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഞാനിനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞ് വെച്ചിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. പിന്നെ അതുകൊണ്ട് ഇത് ഇരിക്കുന്ന നാരങ്ങാനീരാണ്, ഞാനൊരു 3 നാരങ്ങയുടെ നീരും പിഴിഞ്ഞ് വെച്ച്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നത് നല്ലത്. ഇതുകൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം, കാരണം എങ്കിലേ അത് കുഴഞ്ഞു വരത്തുള്ളൂ. അപ്പോൾ ഇത് കൊണ്ടായില്ല, അപ്പം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കട്ടെ. അപ്പോൾ അതാണ്ട് ഞാൻ ഈ രീതിയിൽ ഈ രീതിയിൽ ഞാനിതിനെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചിക്കനിൽ പുരട്ടാം. ഞാനിതാണ്ട് ഈ ചിക്കൻ എടുത്തിട്ട് 1 by 1 ആയിട്ട് ഞാൻ ഓരോ ചിക്കനും എടുത്ത് ഇതിലേക്ക് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മസാല നന്നായിട്ട് മൊത്തത്തിൽ കവർ ചെയ്തൊക്കെ രീതി നമ്മളിങ്ങനെ മസാല പുരട്ടി കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും മസാല ചെല്ലണം. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ കണ്ടോ ചിക്കനിൽ മസാല പുരട്ടിയത് കണ്ടോ. എന്നിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് നാളെ ഞാൻ എടുക്കുകയുള്ളൂ. അപ്പോഴേക്ക് മസാല നന്നായിട്ട് ഒരു ദിവസം ഫുള്ളൊക്കെ ഇരിക്കാമെന്നുണ്ടെങ്കിൽ മസാല നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കും. അപ്പോൾ ഇതിനെ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ഉണ്ടോ, കയ്യിലെല്ലാം നിറച്ച് മസാലയാണേ. അപ്പം ഞാനൊരു മറ്റു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റുക. അതേണ്ടേ ഞാൻ 3 കോഴിക്ക് നന്നായിട്ട് മസാല പുരട്ടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പം നാളെ എടുക്കുന്നത് വരെയും ഇത് ഫ്രിഡ്ജിലിരിക്കട്ടെ. അപ്പോൾ അതേണ്ട ഞാൻ ഈ പാത്രത്തിൽ ഇന്നലെ ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ച ചിക്കനാണേ. കണ്ടോ അടിപൊളിയായിട്ട് കണ്ടോ ചിക്കൻ കണ്ടോ സൂപ്പറായിട്ട് ചിക്കൻ. ഇതിനെയാണ് നമ്മളിനി സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ചിക്കൻ കണ്ടല്ലോ, ഇതുപോലെ 3 എണ്ണം ഞാനിവിടെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്തിട്ടില്ല, വരഞ്ഞിട്ടില്ല. ഞാനിനി ഇത് ഇവിടെ വെച്ചിട്ടേ വരഞ്ഞിട്ട് ഞാൻ ഇച്ചിരി മുളക് പൊടിയൊക്കെ വീണ്ടും ഒന്നുകൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് വരഞ്ഞേക്കുക. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്കും കുറച്ച് വെള്ളത്തിൻ്റെ ഈർപ്പം വന്നിട്ടുണ്ട്. അതങ്ങ് ക്ഷമിച്ചേക്കുക. അപ്പോൾ ഓൾറെഡി ഇതിൽ 3 നമ്മൾ മസാല പുരട്ടി റെഡിയാക്കി ഞാനിപ്പോൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചിക്കൻ വെക്കാനായിട്ട് കമ്പൊക്കെ മനോഹരമായിട്ട് കുത്തി നിർത്തുക കേട്ടോ. ഓൾറെഡി കുഴിയെടുത്തു, ഞാൻ മണ്ണിൽ കുഴിയെടുത്തിട്ട് ഞാൻ 3 കമ്പ് സെറ്റ് ചെയ്തു. കാരണം 3 ചിക്കനാണ് ഞാനകത്ത് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കമ്പ് നന്നായിട്ട് ഒരു കുഴിയൊക്കെ എടുത്തിട്ട് ഞാൻ കമ്പ് ഇതിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ മണ്ണിലേക്ക് ഞാൻ കുറച്ച് കച്ചി നിരത്തി. അപ്പോൾ കമ്പ് കുത്തി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കച്ചി ആ തറയിലല്ല, കാരണം മണ്ണിൽ കുറച്ച് തണുപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിക്കോട്ടെ എന്ന് കരുതിയിട്ടുണ്ട് ഞാൻ ഈ ഓൾറെഡി ഇതിനകത്തേക്ക് കച്ചി ഓൾറെഡി ഫുള്ള് നിരത്തിയിട്ടിരിക്കണത്. അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്ത് ഞാൻ വാഴയിലയും കൂടെ വെക്കാൻ പോവാണ്. ഇതിപ്പോൾ കമ്പിനകത്തോടെ തന്നെ ഞാൻ ഇറക്കുക ചെയ്യുന്നത്, കാരണം ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട്. ഇതിനകത്തേ ഒരു ചെലന്തി കേട്ടോ, പാവ ചെലന്തി അങ്ങ് തുറന്നു വിടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ. അപ്പോൾ അതേണ്ടേ ഞാനിതിനകത്തേക്ക്
ഇത് ഓലക്കാല നിരത്തിയിട്ടുണ്ട്, ഈ വാഴയില നിരത്തിയിട്ടുണ്ട് കച്ചിക്കകത്തേക്ക്. അപ്പം വാഴയിലാകുമ്പോൾ വാടി അതിനകത്ത് ഇരുന്നോളും, കുറേ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടോ? അപ്പോൾ ഇത്രയും ഞാൻ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചിക്കനെ കുത്തിർത്താൻ പോവാണ്. ഞാൻ ചിക്കനെ ഇതിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് കെട്ടിവെക്കുക. 3 ചിക്കനെയും ഞാൻ ദേണ്ട ഈ കമ്പിൽ സുന്ദരമായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിനെ വാഴയിലേക്കകത്ത് പൊതിഞ്ഞിട്ട് ഫോയിലിംഗ് പേപ്പർ കൊണ്ട് ഞാൻ കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ദണ്ട ഞാൻ ഈ വാഴയിലേക്കകത്ത് ഇതിനെ ഞാൻ ഇനി അങ്ങ് പൊതിഞ്ഞിട്ട് ഞാൻ ഫോയിലിംഗ് പേപ്പർ കൊണ്ടാണ് ഞാൻ ഇതിനെ കവർ ചെയ്യാൻ പോണത്. ഞാനിതിനെ ഫോയിൽ പേപ്പർ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഈ രീതിയിൽ സെറ്റ് ചെയ്ത് കവർ ചെയ്ത് ഞാൻ വെക്കുക ചെയ്യുന്നത്. ഈ ഫോയിലിംഗ് പേപ്പർ കവർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതിനകത്തിരുന്ന് ചിക്കൻ വെന്തോളും. ഞാൻ നല്ല അടിപൊളിയായിട്ട് വാഴയില കവർ ചെയ്തിട്ടാണ് ഞാൻ ഫോയിലിംഗ് പേപ്പർ വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് കച്ചിയും എല്ലാം വെച്ചിട്ട് തീയിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കച്ചി ഫുള്ളിടുക. അപ്പോൾ ഇതേണ്ട ഞാനിത് ചെയ്യുന്നതിന് എന്നെ സഹായിച്ചത് മോളുടെ ഫ്രണ്ടിൻ്റെ അമ്മയും അവിടുത്തെ 2 അങ്കിൾമാരും ആൻറ്റിയും കൂടിയാണ് എനിക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു തന്നത്. ഇതിപ്പോൾ നന്നായിട്ട് കത്തുന്ന കണ്ടോ? ഇതിനകത്ത് നമ്മുടെ ചിക്കൻ ഇരുന്ന് വേവാണ്. അപ്പോൾ അതേണ്ടേ ഞാൻ അതിൽ നിന്ന് ഒരു ചിക്കനെ എടുത്തിട്ട് ബാക്കിയുള്ള ഭയങ്കര ചൂട് കേട്ടോ, എടുക്കാൻ പറ്റണില്ലേ. അപ്പോൾ ഒരു ചിക്കനെ എടുത്തിട്ട് ഞാൻ കഴിച്ച് നോക്കുകയാണ്. ചൂടാട്ടോ, ചൂട് കൊണ്ട് തൊടാൻ പറ്റുന്നില്ലേ, ഭയങ്കര ചൂട്. വെന്തിട്ടുണ്ട് കേട്ടോ, ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഇന്ന് ഞാൻ ചെയ്ത വീഡിയോ കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവരോടും ടാറ്റാ.